വന്നുയർന്ന എല്ലാ വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ പകൽ സമയം തുടർന്ന് അല്പനിമിഷങ്ങൾ ഈ വായിച്ചതാകുന്ന സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചതാകുന്ന ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. 73-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലവും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ദ ഏജ് ഓൾഡ് ക്വസ്റ്റ്യൻ ഓഫ് വൈ ഡു ദ റൈച്ചസ് സഫർ. അതായത് വിശുദ്ധന്മാർ അല്ലെ നീതിമാന്മാർ എന്തുകൊണ്ടാണ് അവർ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്? അത് വളരെ പഴക്കമുള്ളൊരു ചോദ്യമാണ്. ഇന്നും ആ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് ജീവിതത്തിൽ ക്ലേശങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുന്നത്? എന്നാൽ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാർ ചോദിക്കുമ്പോൾ അതിന് നിശ്ചയമായിട്ടും ഇന്നത്തെക്കാളും ഒന്നുകൂടെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം അവർ ജീവിച്ചിരുന്ന കാലഘട്ടം വ്യത്യസ്തമാണ്. അവർ ജീവിച്ചതാകുന്ന കാലഘട്ടം നമുക്കറിയാം. മെറ്റീരിയലായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഏറെക്കുറെയൊക്കെ ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു പ്രത്യക്ഷമാകുന്ന ലക്ഷണമായിട്ട് ചിലരെങ്കിലും കരുതിയിരുന്ന, അങ്ങനെയല്ല, പഴയ നിയമത്തിലും അങ്ങനെയല്ല, എങ്കിലും പൊതുവെ അങ്ങനെ ചിന്തയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭക്തൻ ജീവിച്ചിരുന്നത് എന്നുള്ളത് പ്രസ്താവ്യമാകുന്ന അല്ലെങ്കിൽ വളരെ ചിന്തനീയമാകുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ ഭക്തൻ ജീവിച്ചിരുന്ന കാലം നമ്മുടേതിൽ നിന്നും പല വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ എന്നേക്കുമായി കൂടെയിരിക്കുന്ന കാര്യസ്ഥനായിട്ട് ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭക്തൻ ജീവിച്ചിരുന്നത്. യോബും എന്ന് വേണ്ട പഴയ നിയമകാലത്തെ സകല ഭക്തന്മാരും ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അവരനുഭവിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് പ്രത്യേകമാകുന്ന നിയോഗത്തിനു വേണ്ടി ദൈവമക്കളുടെ മേൽ, വിശുദ്ധന്മാരുടെ മേൽ ഇറങ്ങി വന്നിരുന്നു. അതെല്ലാം നമുക്കറിയാം. എന്നാൽ പഴയ നിയമകാലത്ത്, പുതിയ നിയമകാലത്ത് എന്നതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയപ്പെടുന്ന, എന്നേക്കും കാര്യസ്ഥനായി കൂടെയിരിക്കുന്ന, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്ന ആ പ്രത്യേക അനുഗ്രഹം പഴയ നിയമകാലത്തിലായിരുന്നു. മറ്റൊന്നുകൂടെയുണ്ട്. പഴയ നിയമകാലത്ത് നമുക്കിന്നുള്ളതുപോലെ എഴുതപ്പെട്ടതാകുന്ന ഒരു വേദപുസ്തകമില്ലായിരുന്നു. അപ്പം ദേ ഹാവ് സോ മെനി ഡിസ്അഡ്വാൻറ്റേജസ് ദാൻ us. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മെക്കാളും പല അസൗകര്യങ്ങൾ ആത്മീകമായി നമുക്കിന്ന് വർദ്ധിച്ചു വരുവാൻ കഴിയുന്ന അത്രയും സൗകര്യങ്ങൾ ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തൻ പറയുന്ന വാക്കുകളാണ് 73-ാമത്തെ സങ്കീർത്തനം. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിന് വളരെ പ്രസക്തിയുണ്ട്. നമ്മളതിൻ്റെ പ്രാരംഭ വേദഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാം. അതിലോട്ടൊന്നും ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വേദഭാഗം, ആ ഒരു പാസേജ് നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് പെട്ടെന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 22 മുതലുള്ള ആ വേദഭാഗങ്ങളാണ്. 22 മുതൽ 26 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളാണ്. സങ്കീർത്തനക്കാരൻ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൈ ഡു ദ റൈച്ചസ് പീപ്പിൾ സഫർ? ആ ഒരു ചോദ്യമായിരുന്നു തന്നെ അലട്ടിയിരുന്നത്. അങ്ങനെ താൻ ദൈവസന്നിധാനത്തിലേക്ക് ചെന്നു. അവരുടെ അന്തം എന്താകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ താൻ കാണാനായിട്ട് തുടങ്ങി. ആ സന്ദർഭത്തിൽ താൻ പറഞ്ഞ വാക്കുകളാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. അതിങ്ങനെയാണ്: ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിൻ്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. എനിക്ക് ആ ഒരു പദപ്രയോഗം അല്പം രസകരമായിട്ട് തോന്നി. ഞാനൊരു മൃഗം പോലെയായിരുന്നു. എന്താണ് ഒരു പക്ഷേ സങ്കീർത്തനക്കാരൻ അർത്ഥമാക്കുന്നത്? എനിക്കറിയില്ല, അതാണോ അദ്ദേഹം അർത്ഥമാക്കിയതെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ചിന്തയെ ഞാനങ്ങ് പറയുക.
മൃഗങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, ഉദാഹരണത്തിന് പശുവിനെ എടുത്തു, നമുക്കറിയാവുന്ന ഒരു മൃഗമല്ലേ. അതിൻ്റെ സവിശേഷത എന്താ? അതിൻ്റെ ഒരു സവിശേഷതകളിൽ പലതുണ്ട്. നമ്മൾ ചെറുപ്പകാലത്ത് എന്തോ എഴുതി, കോമ്പോസിഷനൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അറിയാമല്ലോ, നേരിട്ടറിയാമല്ലോ. നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. ആ മൃഗത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് എപ്പോഴും താല്പര്യം അതിൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്, അല്ലേ? അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിൻ്റെ തലയിലൊക്കെ ഒന്ന് തലോടുകയും അങ്ങനെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അതിന് വലിയ താല്പര്യമാണ്. അതെപ്പോഴും യജമാനെ സേവിക്കുന്നതിൻ്റെ, അല്ലെ യജമാനോട് താല്പര്യമുണ്ടെന്ന് യജമാന് തോന്നുന്നതിൻ്റെ കാരണം അതിൻ്റെ കാര്യങ്ങളാണ്. എന്നാൽ അതിനെ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതിനെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനത് ഇഷ്ടമല്ല. അതിനിഷ്ടം അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുക, അതിൽ തന്നെ കേന്ദ്രീകൃതമാകുന്ന ഒരു സെൽഫിഷ് നേച്ചറാണ് മൃഗങ്ങൾക്കുള്ളത്. എനിക്ക് തോന്നുന്നത് സങ്കീർത്തനക്കാരനും ഇത് തന്നെയാണ് പറയുന്നത്. ഇതുവരെ എനിക്കെന്തായിരുന്നു? അങ്ങനെയുള്ളൊരു നേച്ചറായിരുന്നു എനിക്ക്. എൻ്റെ നേച്ചർ അത് തന്നെയാണ്. എൻ്റെ ചിന്ത ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കാര്യം മാത്രം ഞാൻ ചിന്തിക്കുക. എനിക്ക് വേണ്ടി ദൈവം എല്ലാം ചെയ്തു തരണം, എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തി തരാനിരിക്കുന്ന ഒരു യജമാനനാണ് ദൈവമെന്നുള്ള ഒരു ചിന്തയെ എനിക്കുള്ളായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ, ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ? ആരായിരുന്നു? എങ്ങനെയാ പറഞ്ഞേക്കുന്നേ? പൊട്ടനായിരുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഒരു യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റ് കാണുന്നവരെ ദൈവാത്മാവ് വിളിക്കുന്നത് പൊട്ടരെന്നാണ്. എന്താ മനസ്സിലായോ? ദൈവം എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, ഐ ആം ദ സെൻറ്റർ ഓഫ് എവ്രിതിങ്. ഞാൻ ദൈവത്തെ സേവിക്കുന്നത് എന്തിനാ? എൻ്റെ കാര്യത്തിന് വേണ്ടി. അങ്ങനെയുള്ളവരെ വേദപുസ്തകം വിളിക്കുന്നത് പൊട്ടരെന്ന്. ഞാനതായി പറഞ്ഞത്, ഇത് പഴയ നിയമകാലത്ത് എഴുതപ്പെട്ട ഒരു കീർത്തനമാണ്. അതാണ് ഇതിൻ്റെ പ്രസക്തി. എന്നാൽ ശരിയായി ദൈവം കണ്ണു തുറന്നപ്പോൾ അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ആ വാക്കാണ് എന്നെ അധികം ടച്ച് ചെയ്തത്. താൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നിട്ടും എന്താ? എപ്പോഴും യെറ്റ് ഐ ആം ഓൾവേസ് വിത്ത് യു. അതാ എന്നെ ടച്ച് ചെയ്ത വിഷയം. കർത്താവേ, ഞാനിങ്ങനെ സ്വാർത്ഥനായി എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവനായിരുന്നിട്ടും ഞാനിപ്പോഴും എന്താ? നിൻ്റെ അടുക്കലിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ആണ് ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങിയതെങ്കിലും ഇപ്പോഴും ദൈവം നമ്മെ നിലനിർത്തി അവിടുത്തെ കൃപയിൽ ഇന്നുവരെയും പരിപാലിച്ചല്ലോ എന്നോർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മാത്രമല്ല, ആ മനോഭാവം മാറുകയും ചെയ്യണം. ആ മനോഭാവം മാറിയ ഭക്തൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. തൻ്റെ സ്റ്റുപ്പിഡിറ്റിയെ താൻ കൺഫസ് ചെയ്യുക. ഓ ഹൗ സ്റ്റുപ്പിഡ് ഐ വാസ്. ഞാനെന്തോ സ്റ്റുപ്പിഡായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് തോന്നിയല്ലോ. കർത്താവേ, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുകയും എൻ്റെ കാര്യസാധ്യത്തിനായിട്ട് അങ്ങയെ അന്വേഷിക്കുകയും ചെയ്തിട്ടും ഞാൻ ഇപ്പോഴും അങ്ങയുടെ സന്നിധാനത്തിൽ ഇരിക്കുന്നല്ലോ. ആ തിരിച്ചറിവ് മറ്റൊരു ആത്മതലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അതാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അതെന്താ?
താൻ പറയുകയാണ്, അങ്ങനെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് താൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഞാനിപ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നു എന്നത് അങ്ങനെ വലങ്കൈക്ക് പിടിച്ചിരുന്നത് കൊണ്ടാണ്. ഞാൻ സ്വാർത്ഥനായിട്ട് ജീവിച്ചപ്പോഴും അങ്ങനെ എന്ത് ചെയ്തു? എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരുന്നത് കൊണ്ടാണ് ഞാനിപ്പോഴും നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്! അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ കാലുകൾ ഏകദേശം എന്ത് ചെയ്തു? വഴുതിപ്പോയെന്നാണ് പറഞ്ഞത്. ഞാനിത് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് വളരെ അതിനെ റിലേറ്റ് ചെയ്യാറുണ്ട്. ആത്മീയമായിട്ടും അത് ശരിയാണ്. എന്നാൽ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ചെറുപ്പകാലത്ത്, വളരെ ചെറുപ്പകാലത്തുണ്ടായ ഒരനുഭവത്തെ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥനയുടെ സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഓർക്കും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ പ്രത്യേക സംഭവം ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയും. കാരണം അത് ഒരു ഭൗതികമാകുന്ന ഒരു രക്ഷ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. പക്ഷേ അത് ഞാൻ ഓർക്കുന്നത്, ദൈവം അങ്ങനെയാണല്ലോ എന്നെ കരുതുന്നത് എന്നോർക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. മിക്ക സന്ദർഭങ്ങളിലും ഒരു ചെറിയ അനുഭവമാണ്. ഞാൻ സാധാരണഗതിയിൽ എൻ്റെ സ്വയ അനുഭവങ്ങൾ പറയാറില്ല, എങ്കിലും ഇതെന്നെ വളരെ ടച്ച് ചെയ്ത ഒരു അനുഭവമായതുകൊണ്ട്, ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയവുമായിട്ട് മനസ്സിലാകാൻ ആ ഉദാഹരണം സഹായിക്കുമെന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. വളരെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങൾ നദിയുടെ തീരത്താണ് താമസിക്കുന്നത്. അവിടെ ഈ ചുണ്ടൻ വള്ളമുണ്ട്. ഒരു സമയത്ത് ജൂൺ ജൂലൈ മാസത്തെ ആ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ആ നദിയിൽ പൊങ്ങി വന്ന വെള്ളം ഒന്ന് താണു വരുന്ന ഒരു സന്ദർഭം. അപ്പോൾ നമുക്കറിയാം, ആറ്റുതീരത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം, ഈ പുല്ലേലൊക്കെ വെള്ളം താണു കഴിയുമ്പം ആ ചെളിയെല്ലാം കൂടെ വളരെ വഴുകി കിടക്കുന്നൊരു അനുഭവമാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ കൂടി, ഞാൻ 2 അല്ലെങ്കിൽ 3 പഠിക്കുന്ന ആ സമയത്ത് രാവിലെ ഈ ചുണ്ടൻ വള്ളം കാണാൻ വേണ്ടിയിട്ട് അവിടെ ആറ്റുതീരത്ത് പോയി നിന്നു. അപ്പോൾ ആ ചുണ്ടൻ വള്ളം വന്ന് ഞങ്ങളുടെ ആ കടവിലോട്ട് ഇങ്ങോട്ട് അടുത്തു വന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വളരെ ക്ലോസായിട്ടാണ് നിന്നിരുന്നത്. നല്ല ആഴമാണ്, ആ തിട്ട വളരെ ആഴമാണ്, തെന്നിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് വന്ന് എൻ്റെ ദേഹത്ത് മുട്ടിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഞാൻ തെന്നി അതിൻ്റെ അടിയിലോട്ടങ്ങ് പോയി. പക്ഷെങ്കിൽ ഒരു കരം എന്നെ ഇങ്ങനെ പിടിച്ചു, മുറുക്കി പിടിച്ചിരുന്നു. അത് മറ്റാരുമല്ല, എൻ്റെ അയൽപക്കത്തുണ്ടായിരുന്ന ഒരു ഹൈന്ദവനാകുന്ന ഒരു അങ്കിളാണ്. ആ വൈസ് ലൈക്ക് ഗ്രിപ്പ്, ഞാൻ ഇന്നും അത് ഓർക്കും. എന്തോ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പിടുത്തം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബലമുള്ള ആ കരം എന്നെ പിടിച്ചിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ വഴുതി ആ വള്ളത്തിൻ്റെ അടിയിലോട്ട് പോയ അവസ്ഥയിൽ നിന്ന് ഈ മനുഷ്യൻ എന്നെ പിടിച്ചെടുത്തു ഒറ്റ കയ്യിൽ. ഞാൻ ചെറുതായിരുന്നു, എന്തോ ആകട്ടെ, പക്ഷേങ്കിൽ ഇന്നും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവം സത്യത്തിൽ ഇങ്ങനെയാണ് നമ്മളെ പിടിച്ചേക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ പിടുത്തം അങ്ങനെയാണ്. അങ്ങനെ ദൈവം പിടിച്ചില്ലായിരുന്നെങ്കിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴേ വഴുതി പോകുമായിരുന്നു. ഇതാ ദൈവത്തിൻ്റെ കൃപ. ദൈവം നമ്മെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ആത്മീകമായിട്ട് സങ്കീർത്തനക്കാരൻ അത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കാലുകൾ വഴുതിപ്പോയിരുന്നു, പക്ഷെങ്കിൽ എനിക്ക് അങ്ങയുടെ ആലയത്തിൽ ചെല്ലാനായിട്ടിടയായി തീർന്നു. അതിൻ്റെ കാരണം എന്താ? ആലയത്തിൽ ചെല്ലാൻ കാരണമായി തീർന്നത് ദൈവം കൈക്ക് പിടിച്ചിരുന്നത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മീകമാകുന്ന ഉദ്ധാരണം ജീവിതത്തിൽ മാനസാന്തരം, മടങ്ങിവരവ്. നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയി ഒരു പ്രസംഗം കേട്ടു, പക്ഷെങ്കിൽ അവിടെ പോകാൻ കാരണമായത് ദൈവമാണ്.
ആ വചനം നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യാൻ കാരണമായത് ദൈവമാണ്. ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിരുന്നത് കൊണ്ടാണ് നാം നിലനിൽക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങനെ പിടിച്ചിരുന്ന എന്നെ, എൻ്റെ ചിന്തകളിൽ വഴുതിപ്പോകാമായിരുന്ന, പിന്മാറാമായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എൻ്റെ കരത്തിൽ അവിടുത്തെ കൃപയാൽ പിടിച്ചിരുന്നത് കൊണ്ട് എൻ്റെ കർത്താവേ, ഞാൻ ഇപ്പോഴും അങ്ങയുടെ മുൻപിലിരിക്കുന്നല്ലോ. ഇതോർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നാം ദൈവസന്നിധാനത്തിൽ വരാൻ കാരണമായി തീരുന്നത് ദൈവം നമ്മുടെ കരങ്ങളെ പിടിച്ചിരുന്നത് കൊണ്ട്. അപ്പോൾ ദൈവാലയത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാര്യം എന്താ? ഹി ഫസ്റ്റ് സോ ദ ഫോർഗിവിങ് ഗാഡ്. ക്ഷമിക്കുന്നവനാകുന്ന ഒരു ദൈവം. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടും, ഇങ്ങനെയൊക്കെ ഞാൻ വഴുതി പോകാമായിരുന്നിട്ടും, ഇങ്ങനെയൊക്കെ വഴിവിട്ട് അബദ്ധ സഞ്ചാരം ചെയ്യാമായിരുന്നിട്ടും അവിടുന്ന് എന്ത് ചെയ്തു? എൻ്റെ കരങ്ങളിൽ പിടിച്ചിരുന്നല്ലോ. സ്തോത്രം. മാത്രമല്ല, ആ കരം എന്തു ചെയ്യും? ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സ്തോത്രം. പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും നമ്മെ രക്ഷിച്ച ദൈവം, വീഴാതെ വണ്ണം നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരുന്ന ദൈവം, നമ്മെ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും നടത്താൻ നമ്മോട് പ്രസാദം തോന്നിയ ദൈവം, ആ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം. അവിടുന്ന് നമ്മെ എന്തു ചെയ്യും? അവിടുത്തെ ആലോചനയാൽ നടത്തും. നമ്മെ എന്തു ചെയ്യും? പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. സ്തോത്രം. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഈ ലോകത്തിലെ സകല സൗഖ്യവും സകല സമ്പത്തും, അതിനെക്കുറിച്ച് മോളി പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം തീരാൻ പോകുകയാണ്. ഈ ലോകത്തിൽ സൗഖ്യം കിട്ടിയാലും 60 വർഷം ജീവിക്കുന്നതിന് പകരം 10 വർഷം കൂടെ ചിലപ്പോൾ ജീവിച്ചെന്നേ വരത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ സൗഖ്യം ഉള്ളത് കൊണ്ട് കൂടുതൽ സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഓടിയെന്നേ വരത്തുള്ളൂ. ചിലപ്പം ഒരു രോഗമാകാം ശരിയായി ദൈവത്തിങ്കലേക്ക് അടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് സൗഖ്യം കിട്ടി അഭക്തനായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് സൗഖ്യമില്ലാതെ ദൈവഭക്തിയോടെ ജീവിക്കുന്നതാണ്. എല്ലാം കിട്ടിയിട്ട് പൊത്വരുത്തമായിട്ട് ക്ലബിൽ വരുന്നത് പോലെ സഭായോഗത്തിന് വരുന്നതിനേക്കാളും നല്ലത് പലതില്ലെങ്കിലും ഭക്തിയോടെ ദൈവത്തെ അന്വേഷിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം നിത്യതയാ വലുത്, ഇവിടുത്തെ കാര്യങ്ങളല്ല വലുത്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ഭക്തൻ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നെങ്കിലും ഇന്നുള്ള IPC-കാരെക്കാളും ഭയങ്കര കാഴ്ചപ്പാടുള്ളത്. ഞാൻ IPC-കാരെന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വേറെ ആരും എന്നോട് വഴക്കിന് വരികയില്ലല്ലോ, പറഞ്ഞു. പക്ഷെ അവരേ ഉള്ളല്ലോ. ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോഴാണ് സത്യത്തിൽ കാര്യങ്ങളെ ഗ്രഹിപ്പാനായിട്ടും ജീവിതം നന്നാകാനുമായിട്ട് തുടങ്ങി. നോക്കുക, അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ ഫോളി, എൻ്റെ ആ ഭോഷത്വം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. 2, അങ്ങനെ കരങ്ങളിൽ പിടിച്ചിരുന്നത് കൊണ്ടാണ് എൻ്റെ ഭോഷത്വം എനിക്ക് ഇന്നെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നിട്ട് അതോർത്ത് പറയുക, അയ്യോ, ആ കരം അന്ന് എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഇനിയും ജീവപര്യന്തം എന്നെ നടത്തുമല്ലോ, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമല്ലോ. അതാണ് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധാനത്തിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ, ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പം മറ്റൊരു കാര്യം പറയുന്നത് വളരെ വളരെ ചിന്തനീയമാകുന്ന വിഷയമാണ്. അടുത്ത കാര്യം എന്താ പറയുന്നതെന്ന് അറിയാമോ? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ഒന്നും. നമ്മൾ നേരത്തെ ചിന്തിച്ചു, പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലാതിരുന്ന കാലത്ത് പറഞ്ഞ വാക്കുകളായത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്
അവകാശപ്പെടുന്ന നമുക്ക് നെഞ്ചത്താ കൈ അങ്ങോട്ട് വെച്ചേച്ച് സ്വയവഞ്ചനയില്ലാതെ, ഉറപ്പില്ലാതെ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് ഇത് പറയാൻ കഴിയുമോ? ഏതാ അത്? കമോൺ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും സ്വർഗത്തിൽ എനിക്ക് കർത്താവുണ്ടെന്നൊക്കെ പറയാൻ എന്തെളുപ്പമാ. എന്നാ അതല്ല, ഭൂമിയിലും എന്നാ ഈ പറഞ്ഞത്? എന്നാ ഇത് പറഞ്ഞത്? വെട്ടാത്ത കിണറും പണിയാത്ത വീടും ഇന്ന് നമ്മളത് പിടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പാട്ടുമുണ്ട്. എന്നാൽ ആ കാലത്ത് ഈ ഭക്തൻ പറയുക, വെട്ടാത്ത കിണറും മണ്ണാങ്കട്ടയൊന്നുമല്ല എനിക്ക് കാര്യം സ്വർഗത്തിൽ എനിക്ക് ആരുണ്ട്? കർത്താവുണ്ട്. ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആരെയും എന്നല്ല, അയ്യോ മാറ്റരുതേ, ആരെയും എന്നല്ല, ഒന്നും. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആരെയും എന്നാണെന്നെങ്കിൽ എനിക്ക് കർത്താവേ ഉള്ളൂ, വേറെ ആരുമില്ല, പിന്നെ ഭൂമിയിൽ കാര്യങ്ങളുമുണ്ട്. അതാ നമ്മുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നേ. നോ, ആരെയും എന്നല്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്നും എന്നുള്ളതിന് അടിവരയിടണം. ഒന്നും. ഐ ഡിസയർ നത്തിങ് but thee. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ ആ അട്ടർ ആഡിക്വസിയെക്കുറിച്ച് പറയുകയാണ്. അതായത് ദൈവം സകലത്തിലും, നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ ഡിസപ്പോയിൻമെൻറ്റ്സിലും മരണത്തിലും എല്ലാ സിറ്റുവേഷനിലും ദൈവം മതിയായവനാണ്. ആ ഒരു തിരിച്ചറിവാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശരിയാകുന്ന ദൈവകൃപയുടെ മാഹാത്മ്യം മനസ്സിലാക്കിയാൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവായത്. ദൈവം സകലത്തിനും മതിയായവനാണ്. മാത്രമല്ല, ദൈവം ഒഴികെ എനിക്ക് ഒന്നും വേണ്ട, ആരും വേണ്ട എന്നല്ല, ഒന്നും വേണ്ട. ഇങ്ങനെയൊക്കെ അങ്ങ് വലിയ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, എന്ത് ചെയ്യാനാ? നമുക്ക് തന്നേക്കുന്ന പുസ്തകം ഇതിൽ കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് അല്ല ദൈവം ആഗ്രഹിക്കുന്ന. ഇതല്ല, വേറെ ഏതാന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നമുക്ക് സുഖമാണ്. പക്ഷേ അങ്ങനല്ല കാര്യങ്ങൾ. ഭൂമിയിൽ നമ്മുടെ ശരീരത്തിന് ഉണ്മാനും ഉടുപ്പാനും ഒക്കെ ഉള്ളതൊക്കെ ദൈവം സപ്ലൈ ചെയ്യും. അത് വേറെ വിഷയം, അതല്ല വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും അങ്ങേ അല്ലാതെ. ഇനിയും നമ്മളൊന്ന് മനസ്സിലാക്കണം, പുതിയ നിയമകാലത്ത് ഈ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഗോസ്പൽ ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് നോട്ട് എ വേ ടു ഗെറ്റ് പീപ്പിൾ ടു ഹെവൻ. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടി അല്ല സുവിശേഷം. അയ്യോ, ഇയാളല്ലേ തന്നെ ദുരുപദേശനായി, ഇവിടെ തീർന്നു, പിന്നെന്താ സുവിശേഷം? ഇങ്ങനിപ്പോൾ ഇതും പറയാൻ തുടങ്ങി. എന്നാ ചിന്ത? എന്നാൽ വേദപുസ്തകം എന്നാ പറയുന്നതെന്നൊന്ന് കാണിക്കാം. 1 തെസ്സലോനിക്കർ 1:9 മലയാളം വേദപുസ്തകത്തിൽ, ഇംഗ്ലീഷിൽ 10. 1:9 ഒന്ന് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ രണ്ട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണം. നിങ്ങൾ സുവിശേഷം കേട്ട് തിരിഞ്ഞു വന്നു. എന്തിനു വേണ്ടി തിരിഞ്ഞു വന്നു? ഒന്ന്, ജീവനുള്ള സത്യദൈവത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം എന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. പിന്നെന്തോ, സ്വർഗത്തിൽ പോകുകയല്ലേ? അയ്യോ, അതല്ലേ നമ്മുടെ പ്രത്യാശ? ആന്നു. എന്നാൽ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? കർത്താവേ ഉള്ളൂ. കർത്താവില്ലാത്തൊരു സ്വർഗമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വർഗത്തിൽ എനിക്ക് കർത്താവുള്ളതെങ്കിൽ, നമ്മുടെ ഒരു പഴയ പാട്ടുണ്ടല്ലോ, ഭൂവിൽ സ്വർഗ ജീവിതം
ആരംഭിച്ചിടുന്നു. ഇത് ആവിയുടെ വാസമോ എന്തുകൊണ്ടാണ് ഭൂവിൽ സ്വർഗജീവിതം ആരംഭിക്കുന്നത്? ഭൂവിൽ ദൈവാത്മാവുള്ളിലേക്ക് വന്നിട്ട് നാം കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുന്ന അനുഭവം നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ സ്വർഗജീവിതം ഉള്ളത്. അല്ലാതെ ഭൂമി കഷ്ടതയില്ലാഞ്ഞിട്ടല്ല സ്വർഗം ഇവിടെ അനുഭവിക്കുന്നത്. ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്നതിൻ്റെ കാരണം കർത്താവ് നമ്മുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ്. സ്വർഗത്തിൽ സ്വർഗം അനുഭവിക്കുന്നതിൻ്റെ കാരണം സ്വർഗത്തെക്കാൾ ഉന്നതനായവനോടുള്ള കൂട്ടായ്മ നമുക്ക് ലഭിക്കുമെന്നതുകൊണ്ടാണ്. അല്ലാതെ സ്വർഗത്തിൽ കിരീടം കിട്ടുന്നത് കൊണ്ടോ സ്വർണ്ണവീഥിയിൽ നടക്കുന്നത് കൊണ്ടോ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഞങ്ങൾ സുവിശേഷം പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിഞ്ഞു വന്നതേ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല. അയ്യോ, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണേ. എന്നാൽ പൗലോസ് പറയുക, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ. പിന്നെ അടുത്തത്, മരിച്ചവരിൽ നിന്ന് ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മളെ വിടുവിക്കുന്നവനുമാകുന്ന. അപ്പൊ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. ഇതനുഭവം ഇല്ലാത്തവർ അങ്ങോട്ട് പോകുകയില്ലെന്ന് സാരം. മനസ്സിലാകുന്നുണ്ടോ? ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനാണ് സുവിശേഷം നമ്മളെ എന്ത് ചെയ്തത്? വേർതിരിച്ചത്. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനാണ് കർത്താവ് നമ്മെ വേർതിരിച്ചത്. ഇനിയും വാക്യങ്ങളുണ്ട്. 26-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 18-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. പെട്ടെന്ന് വായിച്ചു, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ 18 എൻ്റെ ഓർമ്മ. വായിച്ചു. അവർക്ക് യെസ് യെസ് നോക്കുക, അവർക്ക് പാപമോചനം, വിശുദ്ധന്മാരുടെ ഇടയിലുള്ള അവകാശം, പിന്നെ അവരുടെ കണ്ണു തുറപ്പാൻ. അത് വീട്ടിൽ പോയി ഒന്ന് ധ്യാനിച്ചു നോക്കണം. സുവിശേഷം എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്? കേവലം ഒരു രോഗസൗഖ്യമോ കടബാധ്യത മാറ്റുകയോ അല്ല ചെയ്തത്. അതൊക്കെ കേവലം മുഖാന്തരങ്ങളാണ്. അതിൽ കൂടുതലായിട്ടൊന്നുമില്ലത്. അതല്ല വിഷയം. പിന്നെന്തൊക്കെയാ അവിടെ? അത് ഓരോന്നെടുത്ത് പറയണമെന്നുണ്ട്. എന്നാൽ അടുത്ത വാക്യം വായിച്ചു. ദൈവത്തിങ്കലേക്ക് തിരിപ്പാൻ. എവിടെ നിന്ന്? സാത്താൻ്റെ അധികാരത്തിൽ നിന്ന്. അപ്പൊ സുവിശേഷം എന്താ ചെയ്തത്? ദൈവത്തിങ്കലേക്ക് തിരിക്കുക ചെയ്തത്. മറന്നു പോകരുത്. അപ്പൊ സുവിശേഷത്താൽ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ ഒരു ഭക്തന്റെ താല്പര്യം എപ്പോഴും എന്തായിരിക്കണം? ദൈവത്തോടുള്ള കൂട്ടായ്മ അവന് വലുത്. ലോകത്തിലുള്ള സകലതിനേക്കാളും അവൻ പ്രൈസ് ചെയ്യുന്നത് ദൈവത്തെയാണ്. അവന് ദൈവം ഉണ്ടെങ്കിൽ ലോകത്തിൽ പലതില്ലെങ്കിലും അവന് പ്രശ്നമില്ല. അതല്ല അവൻ്റെ വിഷയം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സകലത്തെക്കാളും ദൈവം മതിയായവനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കിന്ന് നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ ആ ബോധ്യം പ്രാപിച്ചു വേണം നമ്മൾ മടങ്ങിപ്പോകാൻ. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും അങ്ങനെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന തിരിച്ചറിവില്ല എങ്കിൽ നമ്മുടെ യാത്ര ലക്ഷ്യത്തിൽ ചെല്ലുകയില്ല. നമ്മൾ ശരിയായിട്ട് മാനസാന്തരപ്പെട്ടിട്ടില്ല. നമ്മൾ സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരികെയും കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നവരാ. അൾട്ടിമേറ്റ്ലി നമ്മൾ സ്വർഗത്തിലെത്തും, അത് വേറെ വിഷയം. പക്ഷേ ഇന്ന് സ്വർഗജീവിതം ഭൂമിയിൽ അനുഭവിപ്പാൻ നമുക്ക് കഴിയണം. നമ്മുടെ സകല ക്ലേശങ്ങളുടെയും നടുവിൽ ദുഷ്ടന്മാരുടെ സൗഖ്യവും അതും കണ്ട് അതിൽ അസൂയപ്പെട്ടും അതിൽ മനം കലങ്ങിയും ഞാൻ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരാതി പറഞ്ഞും ജീവിക്കാനല്ല. കർത്താവേ, എങ്കിലും ഞാൻ അങ്ങയുടെ മുന്നിലിരിക്കാൻ തക്കവണ്ണം, അവിടുത്തെയോടൊപ്പം ഇരിക്കാൻ തക്കവണ്ണം അങ്ങെന്നെ വലങ്കൈക്ക് പിടിച്ചല്ലോ. അതോർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നെ അവിടുന്ന് നടത്തുന്നല്ലോ. പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമല്ലോ. അങ്ങ് എനിക്ക് മതി, അവിടുന്ന് എനിക്ക് മതിയായവനാണ്, അങ്ങ് മാത്രം മതി എന്നുള്ള ബോധത്തോടെ നമ്മുടെ ജീവിതം നയിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ